അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ 2 ദിവസം ഊട്ടിയിൽ നിന്ന ശേഷം മൂന്നാമത്തെ ദിവസമാണ് നമ്മുടെ ജമീലത്തെയും റസാഖും ഹമീദും ഫാമിലിയും പിന്നെ ആമിക്കുട്ടിയും റസിയയും അങ്ങനെ എല്ലാവരും അവർ മൈസൂരിലെത്തിയത്. അങ്ങനെ അവർ ഓരോ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ കണ്ടു നടക്കുകയാണ്. അങ്ങനെ നടക്കുന്നതിനിടയിലാണ് നമ്മുടെ റസിയാനെയും അതേപോലെ തന്നെ ആമിക്കുട്ടിയെയും അധികമൊന്നും ആരും അവരുടെ കൂട്ടത്തിൽ പങ്കെടുപ്പിക്കാറില്ല. നമ്മുടെ ഹമീദും അതുപോലെ തന്നെ സെയ്ഫുവും ഇടക്ക് വന്ന് എന്താ നിങ്ങളിങ്ങനെ മാറിയിരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് അവരെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഓരോ റൈഡുകളിൽ കയറി അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിലും അങ്ങനെ ഓരോന്നായിട്ട് അവരങ്ങനെ എൻജോയ് ചെയ്യുകയാണ്. ഏതെങ്കിലും റൈഡുകളിൽ കയറാനോ അല്ലെങ്കിൽ അതുപോലെ എൻജോയ്മെൻറ്റിനും എങ്ങാനും നമ്മുടെ ആമിക്കുട്ടിയും റസിയയും വന്നാൽ ഹമീദ് അവരെ പിടിച്ച് നിർബന്ധിച്ചാണ് അവരെ കൊണ്ടുപോകാറുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഹമീദിൻ്റെ ശ്രദ്ധ ഒന്ന് തെറ്റിയാൽ അപ്പോൾ നമ്മുടെ ജമീലത്ത പതിയെ അടുത്ത് വന്ന് റസിയാൻ്റെയും ആൺകുട്ടിയുടെയും ചെവിയിൽ മന്ത്രിക്കും. അതേ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് വെച്ചിട്ടേ അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഒന്ന് ഇരുന്നോണം. കൂടുതൽ വിളച്ചിലെടുത്താൽ അറിയാമല്ലോ, ഹമീദ് ഇവിടെ മാത്രമേ നിങ്ങളുടെ കൂടെ ഉണ്ടാവുള്ളൂ. പിന്നെ തിരിച്ച് നിങ്ങൾ വീട്ടിലേക്ക് തന്നെയല്ലേ വരുന്നത്. അവിടെ എത്തിയാൽ എൻ്റെ സ്വഭാവം മാറും. പിന്നെ ഇതിനുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് കണക്കിന് അവിടെ നിന്ന് തരും എന്നെല്ലാം പറഞ്ഞ് അവരിങ്ങനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആമിക്കുട്ടിയും റസിയയും കൂടുതലൊന്നും അവരുടെ കൂടെ എൻജോയ്മെൻറ്റ് ചെയ്യാതെ അവരിങ്ങനെ ഒഴിഞ്ഞൊരു മൂലയിലിരിക്കും. ഇവരൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർ രണ്ടുപേരും ഇങ്ങനെ മാറിയിരിക്കുകയാണ് പതിവ്. അതിനിടയിൽ വീണ്ടും വന്ന് ഹമീദ് എന്താ നിങ്ങൾ ഇതിലൊന്നും പങ്കെടുക്കാതെ ഒഴിഞ്ഞിരിക്കണം, ഇങ്ങോട്ട് പോരൂ എന്നെല്ലാം പറഞ്ഞ് അവരുടെ കൈ പിടിച്ച് വലിച്ച് അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെയാണ് ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയത്. അങ്ങനെ ഇരിക്കെ അവർ നമ്മുടെ മൈസൂരിലെത്തി അവർ ഓരോ എൻജോയ്മെൻറ്റിൽ അങ്ങനെ നടക്കുകയാണ്. മറ്റുള്ളവരൊക്കെ ഓരോ എൻജോയ്മെൻറ്റിൽ ഓരോ റൈഡുകളിലും അതുപോലെ തന്നെ ഒരുപാട് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. വെള്ളത്തിലുള്ള ഐറ്റംസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോരോ വിനോദങ്ങൾ അങ്ങനെ അതിലെല്ലാം ഇങ്ങനെ എൻജോയ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ആമിക്കുട്ടി റസിയും ഒഴിഞ്ഞിങ്ങനെ ഇതെല്ലാം കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവർക്കും അതിൽ പങ്കെടുക്കണം എന്നൊക്കെ ഉണ്ട്. എന്നാൽ ജമീലത്താൻ്റെ ഈ ഒരു സ്വഭാവത്തെ ഭയന്ന് അവർ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ആമിക്കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഏകദേശം ഒരു 2 വയസ്സുണ്ടാവും, ഒരാൺകുഞ്ഞാണ്. അത് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി അതിലേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ്. അതിലിങ്ങനെ കുഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അത് ആ വെള്ളത്തിൽ മുങ്ങിപ്പോന്തും. എന്നാൽ കുഞ്ഞിൻ്റെ ഉമ്മയാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അപ്പുറത്ത് മാറി നിന്ന് ഫോൺ ചെയ്യുകയാണ്. ഇത്ര സമയം കുഞ്ഞ് ഉമ്മാൻ്റെ കയ്യിൻ്റെ തുമ്പത്ത് തന്നെയായിരുന്നു, വിരൽ പിടിച്ച് നടക്കുകയായിരുന്നു. എന്നാൽ അതിനിടയിൽ എപ്പോഴോ ഉമ്മാൻ്റെ ശ്രദ്ധ മാറിയപ്പോൾ കുഞ്ഞ് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി ഇതിങ്ങനെ കണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കുഞ്ഞ് പെട്ടെന്ന് കാൽ തെറ്റി ആ വെള്ളത്തിൽ വീണത്. നമ്മുടെ ആമിക്കുട്ടി എഴുന്നേറ്റ് കുഞ്ഞിനെ എടുക്കാൻ ഓടുകയാണ്. പക്ഷേ അവൾ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ കുഞ്ഞ് വെള്ളത്തിലേക്ക് വീഴുകയാണ്. എല്ലാവരും ഓരോ എൻജോയ്മെൻറ്റിൻ്റെ ഇടയിൽ ഇതൊന്നും അറിയുന്നില്ല. കുഞ്ഞാണെങ്കിൽ വെള്ളത്തിലിങ്ങനെ മുങ്ങിപ്പൊങ്ങി കൈ ഇങ്ങനെ കാലിട്ടടിക്കുകയാണ്. അതിവേഗം അവിടെ ഓടിക്കുതിച്ചെത്തിയ ആമിക്കുട്ടി പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കോരിയെടുത്ത് അവൻ്റെ തോളിലെല്ലാം ഇട്ട് കൊട്ടി. അതുപോലെ തന്നെ അവൻ്റെ വായിലും മൂക്കിലും പോയ വെള്ളമെല്ലാം അവൾ വലിച്ചെടുത്ത് അവളുടെ വായി വെച്ച് വലിച്ചെടുത്ത് തുപ്പിക്കളഞ്ഞ് കുഞ്ഞിന് കൃത്രിമ ശ്വാസമെല്ലാം കൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് കുഞ്ഞിൻ്റെ ഉമ്മയും അതുപോലെ അവിടെയുള്ള മറ്റുള്ള എല്ലാ ആളുകളും ഓടിയെത്തുന്നത്.
കുഞ്ഞിൻ്റെ ഉമ്മ ആകെ പരിഭ്രാന്തയായിരുന്നു. കുഞ്ഞിനെ വാങ്ങി അവർ തോളിലിട്ടു. ആ സമയത്താണ് സുന്ദരനായ ഒരു ചെറുപ്പക്കാരനും അതുപോലെ തന്നെ പ്രായമായ ഒരു ഉമ്മയും ഉപ്പയും അതുപോലെ തന്നെ മറ്റു 2 8ഉം 10ഉം എല്ലാം വയസ്സുള്ള പെൺകുട്ടികളും എല്ലാവരും ഓടി വരികയാണ്. എന്തു പറ്റി മോളെ എന്നെല്ലാം ചോദിച്ച്. അപ്പോൾ കരഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞിൻ്റെ ഉമ്മ വിശദീകരിക്കുകയാണ്. ഭാഗ്യത്തിന് കുഞ്ഞിന് പെട്ടെന്ന് തന്നെ എല്ലാം ശരിയായി. കാരണം പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്ന് എടുത്തതും പിന്നെ അവൻ്റെ വായ്ക്കകത്തും എല്ലാം പോയ വെള്ളമെല്ലാം നമ്മുടെ ആമിക്കുട്ടി വലിച്ചെടുത്ത് ആ കുഞ്ഞിന് കൃത്രിമ ശ്വാസം കൊടുക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുഞ്ഞ് ഓക്കെയായി. എല്ലാവരും അവളോട് നന്ദി പറഞ്ഞു. അങ്ങനെ അവളെ കാര്യങ്ങളെല്ലാം അവർ അന്വേഷിച്ചറിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ റസാഖും ജമീലത്തയും ഹമീദും കുടുംബം എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊരു സംഭവം നടന്നപ്പോൾ എല്ലാവരും അവിടെയുള്ള വെള്ളത്തിലുള്ള കളികളെല്ലാം നിർത്തി എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ ഓടിയെത്തുകയായിരുന്നു. എല്ലാവരും നമ്മുടെ ആമിക്കുട്ടിയെ വല്ലാതെ പുകഴ്ത്തി പറയുന്നുണ്ട്. അവൾ കാരണമാണ് കുഞ്ഞ് രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഉമ്മാക്ക് എത്ര അവളോട് നന്ദി പറഞ്ഞിട്ടും മതിയാകുന്നില്ല. അവളെ അതുപോലെ തന്നെ അവരുടെ കൂടെ വന്ന ആ പ്രായമായ സ്ത്രീയും ആ പ്രായമായ ഉപ്പയും എല്ലാം അവളെ കെട്ടിപ്പിടിച്ച് നന്ദി പറയുകയാണ്. അവരുടെ ഈ പ്രായമായ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും മകനാണ് കൂടെ വന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ. അതുപോലെ തന്നെ അവരുടെ മകളാണ് ഈ വെള്ളത്തിൽ പോയ കുട്ടിയുടെ ഉമ്മ. പിന്നെ ആ മകളുടെ 2 കുട്ടികളും കൂടെ 8ഉം 10ഉം വയസ്സായ കുട്ടികളുണ്ട് എന്ന് പറഞ്ഞില്ലേ, 2 മക്കൾ. അതിൻ്റെ താഴെയുള്ള ചെറിയ കുഞ്ഞാണ് ഈ വെള്ളത്തിൽ പോയത്. അങ്ങനെ എല്ലാവരും ആമിക്കുട്ടിയോട് നന്ദി പറഞ്ഞു. പിന്നെ അവരുടെ സ്ഥലം എല്ലാം അന്വേഷിച്ചറിഞ്ഞു. എന്താണ് മോൾ ചെയ്യുന്നത് അങ്ങനെയെല്ലാം ചോദിച്ചറിഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു അവൾ ഡിഗ്രി കഴിഞ്ഞ് MBA കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആ കൂടെ വന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, സുന്ദരനായ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യ്, എൻ്റെ വിസിറ്റിംഗ് കാർഡാണ്, എൻ്റെ നമ്പറുണ്ട് ഇതിൽ, വീട്ടിലെത്തിയിട്ട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇതിൽ കോണ്ടാക്റ്റ് ചെയ്യും. കാരണം അവിടുത്തെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പായ റാഹത്ത് ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളും അങ്ങനെ വലിയൊരു ബിസിനസ് ഗ്രൂപ്പിൻ്റെ MD ആയിരുന്നു കൂടെ വന്ന ആ ചെറുപ്പക്കാരൻ. അവൻ്റെ പേരാണ് സൈൻ അഹമ്മദ്. അങ്ങനെ അവൻ നമ്പറെല്ലാം കൊടുത്തു. തീർച്ചയായിട്ടും വിളിക്കണം കേട്ടോ, കോണ്ടാക്റ്റ് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അവരെല്ലാം അവളോട് യാത്ര പറഞ്ഞു. മോളെ, നീ വിളിക്കാൻ മറക്കല്ലേ കേട്ടോ, എൻ്റെ മോൻ നിനക്ക് പറ്റിയ നല്ലൊരു ജോലി ശരിയാക്കി തരും. നമ്മുടെ കമ്പനിയിൽ തന്നെ നമുക്ക് ഒരുപാട് സൂപ്പർ മാർക്കറ്റുകളും എല്ലാം ഉണ്ട്, അതിൽ നല്ലൊരു പോസ്റ്റ് തന്നെ മോൾക്ക് ശരിയാക്കി തരും എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് യാത്ര പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കുറച്ച് പേർക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. റസിയാക്കും ഹമീദിനും സൈഫുവിനും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇത് കേട്ടപ്പോൾ ഇങ്ങനെ ഉള്ളിൽ അസൂയ കൊണ്ട് ഇങ്ങനെ തിളച്ചു മറിയുകയാണ്. അത് മറ്റാരുമല്ല, ജമീലത്തെയും അതുപോലെ തന്നെ ഹാജറയും അമീറും റസാഖും ഇവരെല്ലാം അവരുടെ മനസ്സിലിങ്ങനെ തിളച്ചു മറിയുകയാണ്. കാരണം അമീർ യാതൊരു പണിയും കൂലിയുമില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടപ്പാണ്. അവൻ 10ാം ക്ലാസ് തോറ്റതിൻ്റെ ശേഷം അത് കഷ്ടിച്ച് എഴുതിയെടുത്തു. അങ്ങനെ അവൻ +2വും കഷ്ടിച്ച് പാസ്സായി. ജസ്റ്റ് പാസ് മാർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാൾക്ക് എവിടെ നിന്ന് കിട്ടാനാണ് ശരി. പിന്നെ അത് മാത്രമല്ല, അധ്വാനിക്കാനോ ഒരു ജോലി നേടാനുള്ള പരിശ്രമമൊന്നും അവൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. അവനിങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് എൻജോയ്മെൻറ്റ് ചെയ്ത് നടക്കാനാണ് ഇഷ്ടം. എന്നാൽ ജോലിയൊന്നും ചെയ്യാതെ ഉപ്പാൻ്റെ സമ്പാദ്യം കൊണ്ട് അങ്ങനെ ജീവിക്കുന്നവനാണവൻ. അപ്പോൾ അവന് നല്ലൊരു ജോലിയോ നല്ലൊരു പൊസിഷനോ ഇല്ലാതെ നമ്മുടെ ആമിക്കുട്ടിക്ക് മാത്രം കിട്ടുമ്പോൾ ഇവർക്കൊന്നും അത് സഹിക്കുന്നുണ്ടായിരുന്നില്ല.
എന്നാൽ റസിയാക്കും ആമിക്കുട്ടിക്കും അതുപോലെ തന്നെ ഹമീദിനും സൈഫുവിനും വളരെ സന്തോഷമായി. അങ്ങനെ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ ഹമീദ് എല്ലാവരോടുമായി പറഞ്ഞു, അതേതായാലും നന്നായി, നമ്മുടെ ആമിമോളും റസിയയും ഒന്നിലും പങ്കെടുക്കാതെ ഇവിടെ ഇരുന്നത് നന്നായി. അതുകൊണ്ടാണല്ലോ ആ കുഞ്ഞ് വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കാണാൻ കഴിഞ്ഞതും ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിഞ്ഞതും. അങ്ങനെ നമ്മുടെ ആമിമോൾക്ക് നല്ലൊരു ജോലിക്ക് ഇപ്പോൾ സാധ്യത ഉണ്ടായതും എല്ലാം. അതെന്തായാലും നന്നായി മോളെ എല്ലാം അങ്ങനെ പറഞ്ഞു. നമ്മുടെ ഹമീദ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജമീലത്താനെ തട്ടിച്ച് പറഞ്ഞതാണ് കേട്ടോ. കാരണം ജമീലത്തെയായിട്ട് നല്ലൊരു അവസരം ഒരുക്കി കൊടുത്തു എന്ന രീതിയിലാണ് ഹമീദ് പറഞ്ഞത്. ഹമീദിനറിയാം അവിടെ വന്നതിൻ്റെ ശേഷം നമ്മുടെ ആമിക്കുട്ടിയും റസിയയും ഇങ്ങനെ ഒന്നിലും പങ്കെടുക്കാതെ ഒഴിഞ്ഞു നിൽക്കുന്നത് ഉമ്മ അവരെ ഭയപ്പെടുത്തിയത് കൊണ്ടാണ്. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇടക്ക് അവൻ പോയി അവരെ എല്ലാം വിളിച്ചു കൊണ്ടുവന്ന് അവരെ കൂടി എല്ലാത്തിലും പങ്കെടുപ്പിക്കുന്നത്. എന്നാൽ അതിനിടയിൽ വീണ്ടും ഉമ്മ എന്തെങ്കിലും കൊനിഷ്ഠ ഒപ്പിച്ച് അവർ വീണ്ടും പഴയ പോലെ തന്നെ അവിടെയും ഇവിടെയും ഒരു ഭാഗത്ത് ഇരിക്കുകയാണ് എന്നെല്ലാം അവനറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജമീലത്താക്ക് ഇട്ട് നല്ലൊരു കൊട്ട് കൊടുത്തുകൊണ്ട് അവൻ അങ്ങനെ സംസാരിച്ചതും. ഇത് കേട്ടതും ജമീലത്താക്ക് വളരെയേറെ കുറ്റബോധം തോന്നി എന്നല്ല, വളരെയേറെ നിരാശ തോന്നി. താൻ കാരണമാണ് ഇപ്പോൾ ആ നശിച്ച പെണ്ണിന് ഇങ്ങനെയൊരു അവസരം വന്നിരിക്കുന്നത്. ഇനി ഇവൾ നിലത്തൊന്നും ആയിരിക്കില്ല. ഇനി ഇപ്പോൾ ഇവൾക്ക് ജോലിയെല്ലാം ആയി പൈസ എല്ലാം വരാൻ തുടങ്ങിയാൽ ആ അഹങ്കാരം കാണേണ്ടി വരും. നശിച്ച പെണ്ണ്, ഇതിനെല്ലാം കാരണം താനാണല്ലോ. വന്നത് മുതലേ അവരെയും എല്ലാത്തിലും പങ്കെടുപ്പിച്ചാൽ മതിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇങ്ങനെയൊരു അവസരം അവൾക്ക് കിട്ടില്ലായിരുന്നു. കാരണം അവളും തങ്ങളുടെ കൂടെ വെള്ളത്തിലെല്ലാം ആകുമ്പോൾ എങ്ങനെ കാണാനാണ് ഈ കുഞ്ഞ് വെള്ളത്തിൽ ഇറങ്ങുന്നതും. ആ കുഞ്ഞ് മുങ്ങി ചത്താലും വേണ്ടിയിരുന്നില്ല. ഇവൾക്ക് ഇങ്ങനെയൊരു അവസരം താൻ കാരണം ഉണ്ടായല്ലോ. അവൾക്ക് ഇപ്പോൾ നല്ലൊരു ജോലിയും കിട്ടി. തൻ്റെ പേരക്കുട്ടി അമീർ മോനാണെങ്കിൽ ജോലിയും കൂലിയും ഇല്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. ആ സമയത്താണ് ഇവൾക്ക് ഇത്രയും വലിയൊരു ബിസിനസ് ഗ്രൂപ്പിൽ, അതും MD-യുടെ നേരിട്ടുള്ള പെർമിഷനോട് കൂടി ജോലി കിട്ടാൻ പോകുന്നത്. അവർക്ക് ആലോചിക്കും തോറും ഇങ്ങനെ കുശുമ്പ് കൂടിക്കൂടി വരികയായിരുന്നു. അങ്ങനെ എന്തായാലും 2 ദിവസം മൈസൂരിലും എല്ലാം അടിച്ചു പൊളിച്ച് അങ്ങനെ അവർ വീട്ടിലെത്തി. അങ്ങനെ നമ്മുടെ ആമിക്കുട്ടി വീട്ടിലെത്തി ഒരു 2 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് അവൾ തൻ്റെ കയ്യിൽ കൊടുത്ത നമ്മുടെ സൈൻ അഹമ്മദ് കൊടുത്ത ആ ഒരു വിസിറ്റിംഗ് കാർഡിന് ഓർമ്മ വന്നത്. അവൾ പെട്ടെന്ന് തന്നെ അതെടുത്ത് അവനെ കോണ്ടാക്റ്റ് ചെയ്തു. കാരണം അവൻ നേരിട്ട് വിളിക്കാൻ സമ്മതം കൊടുത്ത് പെർമിഷൻ കൊടുത്ത നമ്പറാണല്ലോ. അവൾ വിളിച്ചു, ഹലോ ഗുഡ് മോർണിംഗ് സാർ. അപ്പോൾ മറുതലക്ക് നിന്ന് ഗുഡ് മോർണിംഗ് പറയൂ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, സാർ ഞാൻ അന്ന് മൈസൂരിൽ നിന്ന് കണ്ട ആ കുട്ടിയാണ് അമാന. സാർ എൻ്റെ കയ്യിൽ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, ജോലി തരാമെന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കേട്ടതും നമ്മുടെ സൈൻ അഹമ്മദ് പറഞ്ഞു, മനസ്സിലായി, എനിക്ക് തൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ പിടികിട്ടി. നീ ഒരു കാര്യം ചെയ്യേ, നാളെ ഇവിടെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്, നീ അതിൽ വന്ന് പങ്കെടുക്ക്. അതിൻ്റെ ശേഷം നിനക്ക് അത് ജസ്റ്റ് ഒരു ഫോർമാലിറ്റി എന്നുള്ളൂ, നീ വന്ന് പങ്കെടുക്ക്. നിനക്ക് ജോലി ഉറപ്പാണ്. എൻ്റെ PA പേഴ്സണൽ അസിസ്റ്റൻ്റ് സ്ഥാനത്തേക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ നിനക്ക് തന്നെ ആ ജോലി ഞാൻ തരും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി നീ അതിലൊന്ന് വന്ന് പങ്കെടുക്ക് എന്നെല്ലാം പറഞ്ഞ് അവൻ അവിടെ എവിടെയാണ് വരേണ്ടത് എന്നും എവിടെയാണ് കമ്പനി ഓഫീസ് എന്നെല്ലാം അവൾക്ക് വഴിയും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തു. അവൾ ഓക്കെ സർ, എന്നാൽ ഞാൻ നാളെ വരാം എന്നെല്ലാം പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവൾ അവിടെ എത്തുകയും അവിടെ ഒരുപാട് പേർ വന്നിട്ടുണ്ടായിരുന്നു. കാരണം PA സ്ഥാനത്തേക്കാണല്ലോ, അത് ഇത്രയും വലിയ ഒരു കമ്പനിയിലേക്ക് അങ്ങനെ ഒരുപാട് പേർ പങ്കെടുത്തിരുന്നു. അങ്ങനെ അവളുടെ ഊഴമെത്തി. അവൾ അകത്ത് കയറി. നമ്മുടെ സൈൻ അഹമ്മദ് നേരിട്ടാണ് എല്ലാവരെയും ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അവളോട് ജസ്റ്റ് പേരും അതുപോലെ തന്നെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി അതെല്ലാം എഴുതിയെടുത്തു. പേര്, അഡ്രസ്സ്, അവളുടെ ബയോഡാറ്റ കാര്യങ്ങൾ
സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. അവൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ അവനും തൃപ്തനായിരുന്നു. എല്ലാം കൊണ്ടും അതിന് യോഗ്യതയായൊരു പെൺകുട്ടി തന്നെയാണ് അവൾ എന്ന് അവനക്ക് മനസ്സിലായി. അവൻ പറഞ്ഞു, ഇനി 2 ദിവസത്തിനുള്ളിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വീട്ടിലെത്തും. അത് കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നീ ജോലിക്ക് ജോയിൻ ചെയ്തോ എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അവൾ സന്തോഷത്തോടു കൂടി വീട്ടിലെത്തി. അവൾ പോയി വരുന്നതും കാത്ത് ആകാംക്ഷയോടെ ഇരിക്കുകയായിരുന്നു നമ്മുടെ റസിയ അവളെ കണ്ടതും എന്തായി മോളെ എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ഉമ്മ, ജോലി ഉറപ്പാണ്. ഇനി 2 ദിവസത്തിനുള്ളിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടും. അപ്പോൾ അത് കിട്ടി കഴിഞ്ഞാൽ അതുമായി ചെല്ലാനാണ് പറഞ്ഞിരുന്നത്. ഇന്ന് ജസ്റ്റ് ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരു ഇൻ്റർവ്യൂ പോലെ നടത്തിയതാണ്. അദ്ദേഹം നേരിട്ട് തന്നെയാണ് എന്നോട് സംസാരിച്ചത്. എനിക്ക് തന്നെ ആ ജോലി തരാമെന്ന് ഏറ്റിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ജമീലത്ത പറഞ്ഞു, ഇനിയിപ്പോൾ എന്തെല്ലാം കാണണം. ജോലിയായി, പൈസയായി. ഇനിയിപ്പോൾ തള്ളയും മകളും ഇവിടെയൊന്നും ആയിരിക്കില്ല, നിലത്തൊന്നും ആയിരിക്കില്ല. എൻ്റെ പടച്ചോനെ, ഇനിയിപ്പോൾ എന്തെല്ലാം കാണണം എന്നെല്ലാം പ്രാഗിക്കൊണ്ട് അവരിങ്ങനെ അവിടെ നിന്ന് പോയി. അപ്പോൾ നമ്മുടെ റസിയ നമ്മുടെ ആമിക്കുട്ടിയോട് പറഞ്ഞു, മോളെ, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. വല്യമ്മാൻ്റെ സ്വഭാവം നിനക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ കുട്ടി അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നീ ആ കിട്ടിയ ജോലി കളയരുത്. എൻ്റെ മോൾക്ക് ആകെയുള്ളൊരു കച്ചി തുരുമ്പാണ് അത്. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാനും കിട്ടിയ അവസരമാണ്. എൻ്റെ മോൾ അത് കളയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആമിക്കുട്ടി പറഞ്ഞു, ഇല്ല ഉമ്മ, എനിക്ക് എന്നേക്കാൾ എൻ്റെ ഉമ്മാൻ്റെ കാര്യത്തിലാണ് പ്രാധാന്യം. കാരണം ഈ വീട്ടിൽ നമ്മുടെ നിലനിൽപ്പ് എത്രത്തോളം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു സ്വന്തം കാലിൽ നിന്ന് എൻ്റെ ഉമ്മക്ക് നല്ലൊരു വീടെല്ലാം വെച്ച് തരണം. അതാണ് എൻ്റെ ഇനിയുള്ള ലക്ഷ്യം. ഈ നരകത്തിൽ നിന്ന് എൻ്റെ ഉമ്മാനെ രക്ഷിക്കണം എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ആമിക്കുട്ടി റസിയാക്ക് ധൈര്യം കൊടുക്കുകയായിരുന്നു. അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ആമിക്കുട്ടിക്ക് ജോലിക്കുള്ള അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിൽ കിട്ടി. അപ്പോയിൻമെൻറ്റ് ലെറ്റർ കയ്യിൽ കിട്ടിയതും അവൾക്ക് സന്തോഷം അടക്കാനായില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ജമീലത്തെയും നമ്മുടെ അമീറും ഹാജറയും റസാഖും എല്ലാം ഇങ്ങനെ പല്ല് കടിച്ച് നിൽക്കുകയായിരുന്നു. അവൾ അവിടെ ഉള്ള സമയത്ത് തന്നെയാണ് പോസ്റ്റ്മാൻ അവളുടെ കയ്യിൽ തന്നെയാണ് അത് കൊണ്ടുവന്ന് കൊടുത്തത്. അവൾ അതുമായി അവിടെ നിന്ന് പോയതും നമ്മുടെ ജമീലത്ത പറഞ്ഞു, നാശം പിടിച്ചത്, അവളുടെ കയ്യിൽ തന്നെ അത് കിട്ടി. നമ്മുടെ ആരുടെയെങ്കിലും കയ്യിലാണെങ്കിൽ അത് അപ്പോൾ തന്നെ നശിപ്പിച്ച് കളയാമായിരുന്നു. എന്നിട്ട് അവളുടെ ജോലിയെല്ലാം കളയാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അമീർ പറഞ്ഞു, മമ്മ, അത് വെറുതെ അവരൊരു ഫോർമാലിറ്റിക്ക് അയച്ചു കൊടുത്തതാണ്. അവളെ നേരിട്ട് കണ്ട് അവിടെ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞതല്ലേ അവൻ, ആ ഒരു സെയിൻ അഹമ്മദ്. എന്താണ് അവൻ്റെ ഒരു പ്രൗഢി! എനിക്ക് കണ്ടിട്ട് തന്നെ ദേഷ്യം വരുന്നു. പിന്നെ അവൻ നേരിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ അത് നശിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. അവൾക്ക് അവിടെ ജോലി ഉറപ്പാണ്. ഇനി അവളുടെ മുന്നിൽ ഞാൻ എങ്ങനെ നടക്കും? അവളുടെ ജോലിയും അവളുടെ അഹങ്കാരവും എല്ലാം കണ്ട് ഞാൻ തല കുനിച്ച് നടക്കേണ്ടി വരും. ആ നശിച്ചവൾ ഇനിയിപ്പോൾ അവൾ ഉയരത്തിലെത്താൻ പോവുകയല്ലേ. ഞാനാണെങ്കിൽ ഇവിടെ ജോലിയും കൂലിയുമില്ലാന്ന് നടക്കുകയല്ലേ എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതോ റസാക്കിന് ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, നീ അനുഭവിച്ചോടാ, നീ നല്ലോണം കണ്ടു, നീ അനുഭവിക്ക്. നിനക്കേ എന്തെല്ലാം സൗകര്യങ്ങളായിരുന്നു ഇവിടെ. നിന്നെ രാജകുമാരനെ പോലെയല്ലേ വളർത്തിയിരുന്നത്. നീ ആവശ്യപ്പെടുന്ന പണവും നീ ആവശ്യപ്പെടുന്ന സാധനങ്ങളും എല്ലാ സൗകര്യവും ഉണ്ടാക്കി തന്നിട്ട് നീ ഒരു 10ാം ക്ലാസ്സിലോ നീ ആദ്യം തോറ്റു, പിന്നെ കഷ്ടിച്ച് ജയിച്ചു. അതിൻ്റെ ശേഷം +2ൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ ദയനീയമാണ്. നീ കണ്ടു പഠിച്ചോ, അനുഭവിച്ചോ. യാതൊരു സൗകര്യവുമില്ലാതെ ഇവിടെ കുപ്പത്തൊട്ടിയിലെ അഴുക്ക് ചാലി കിടക്കുന്ന ഒരു പാഴ്വസ്തുവിൻ്റെ പോലെ നടന്നിരുന്നവൾ അതാ പഠിച്ച് ഡിഗ്രിയും MBAയും എടുത്ത് ഇപ്പോൾ അതാ വലിയൊരു ബിസിനസ് ഗ്രൂപ്പിൻ്റെ പേഴ്സണൽ സെക്രട്ടറി, PA, അതിൻ്റെ MDയുടെ തന്നെ PA ആയിട്ടാണ് അവൾക്ക് ജോലി കിട്ടിയിരിക്കുന്നത്. നീ അതെല്ലാം കണ്ട് നടന്നോ, നിനക്ക് സമാധാനമായല്ലോ എന്നെല്ലാം പറഞ്ഞ് അവനിങ്ങനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവനിങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ് ഇതെല്ലാം കേട്ട്. എന്തായാലും ചാടിത്തുള്ളി അവിടെയെല്ലാം ചവിട്ടിക്കുലുക്കിക്കൊണ്ട് റസാഖ് അവിടെ നിന്നും പോയി. ഇതൊന്നും കാണാനുള്ള ശേഷിയില്ലേ എന്ന് വിലപിച്ചുകൊണ്ട് നമ്മുടെ ജമീലത്തെയും തലക്കും കൈ കൊടുത്ത് അവിടെ ഇരുന്നു.
ഒന്നും പറയാനില്ല എന്ന ഭാവത്തിൽ അമീറും അവിടെ നിന്ന് പതിയെ സ്ഥലം കാലിയാക്കി.